ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തവണ ബസ് സിമുലേറ്റർ ഇന്ത്യ കളിക്കാം, നിങ്ങൾ വേണ്ട വണ്ടി കമൻറ്റ് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖലീഫയും കൊണ്ട് ബസ് സിമുലേറ്റർ ഇന്ത്യയിലെ മാപ്പിൽ കൂടെ പോകാൻ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ ഖലീഫയുടെ സെയ്ദ് മസൂദ. നമ്മളിന്ന് കളിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്ത്യയാണ്. നമ്മളിന്ന് നമ്മുടെ സെയ്ദ് മസൂദും കൊണ്ട് ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ ആ ചുരമുള്ള മാപ്പിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പാസഞ്ചേഴ്സിനെയൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, പിന്നെ ഈ മാപ്പ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ പോകണം. സേലം കൂടാതെ പോകുന്ന വഴിക്ക് ആണ് ഈ മാപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്ര ലോഡിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ വണ്ടിക്ക് സ്പീഡ് കുറച്ച് കുറവാണ്. പിന്നെ ബ്രേക്കിങ് നന്നായിട്ടുണ്ട്, നല്ല സസ്പെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ പോകുന്ന വഴിക്ക് പറയാം. ബേസ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് കഴിയുന്നവരെ ഇവിടെ കിടക്കാം. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പോകാം. പിന്നെ ഈ ബസ് സിമുലേറ്റർ നമ്മുടെ ഇന്ത്യയിലെ പോലത്തെ വണ്ടികളും ബസ്സുകളും ഓട്ടോകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള സ്വിഫ്റ്റ് കണ്ടിട്ടുണ്ട്, പിന്നെ താറോക്സ്, ബൊലേറോ പോലത്തെ ഒരു വണ്ടി, പിന്നെ സ്കോർപ്പിയോ, അങ്ങനത്തെ കുറച്ച് വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സ ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്ത്. പിന്നെ ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങളുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഞാൻ കേരളത്തിൽ കൂടെ മുമ്പ് KSRTC കൊണ്ട് പോയപ്പോൾ കൊച്ചി, പാലക്കാട്, കോഴിക്കോട്, പിന്നെ തിരുവനന്തപുരം, പിന്നെ കണ്ണൂരാന്ന് തോന്നുന്നു, ഇത്രയും സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന കോയമ്പത്തൂർ ടു ബാംഗ്ലൂരാണ്. ബസ് സിമുലേറ്ററിൻ്റെ ശരിക്കും ഒരു ഇന്ത്യയുടെ ഒരു ഇതുപോലെ തന്നെ റോഡുകളും പിന്നെ വണ്ടിയും ട്രാഫിക്കും എല്ലാം ഇന്ത്യയുടെ പോലെ തന്നെയാണ്. എനിക്ക് ബസ് സിമുലേറ്റർ ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഈ ഗെയിം എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും. കാരണം പോയ സ്ഥലം തന്നെ വീണ്ടും വീണ്ടും പോയി. ഇത് അടുത്ത അപ്ഡേറ്റിൽ അവർ ശരിയാക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമുക്ക് ലോഡിംഗ് മാപ്പ് വന്നിട്ടുണ്ട്, നമ്മൾ അടുത്ത മാപ്പിലെത്തി. ഈ മാപ്പിലാണ് നമ്മുടെ ചുരം വരുന്നത്. കുറച്ചും കൂടെ പോയി കഴിയുമ്പോൾ ചുരം വരും. ഈ മാപ്പിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാകും നമ്മുടെ ഇന്ത്യയിലുള്ള, നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഫയർഫോഴ്സിൻ്റെ ട്രക്കും, പിന്നെ സ്വിഫ്റ്റ് ഡിസയറും സ്വിഫ്റ്റും, പിന്നെ ഇന്ത്യയിലെ ടാറ്റയുടെ കുട്ടി ലോറിയില്ലേ AC പോലത്തെ, അതുപോലത്തെ ലോറികളും, പിന്നെ നമ്മുടെ മുമ്പിൽ നെക്സൺ പോകുന്നുണ്ട്. പിന്നെ സൈഡിലാണ് ഈ MGയുടെ കോമറ്റില്ലേ, അത്, സ്കൂട്ടർ, ആക്റ്റീവ, അതെല്ലാം പോകുന്നുണ്ട്. നമ്മൾ ബസ് സിമുലേറ്റർ ഇന്ത്യയും ഇന്തോനേഷ്യയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇന്ത്യയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഗ്രാഫിക്സ് രണ്ടിലെയും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ റൂട്ടുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ തന്നെയാണ്. നിങ്ങൾക്ക് ഏതാ ബസ് സിമുലേറ്റർ ഇന്ത്യയാണോ ഇന്തോനേഷ്യയാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതിപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കയറ്റം പറയുന്നുണ്ട്. ഇനി ചുരം ഇറങ്ങാനാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നല്ല ഇറക്കവും വളവും കൂടെ വരും. അങ്ങനെ നമ്മൾ കുറേ നേരം മുമ്പ് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. വർത്താനം പറഞ്ഞിരുന്നിരുന്ന് മഴ പെയ്താൽ പോലും അറിഞ്ഞില്ല. ഇവിടെ ഒരു പമ്പുണ്ട്. നമ്മുടെ വണ്ടിക്ക് 58 ലിറ്റർ ഡീസലേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. തീരാറാവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പമ്പിൽ നിന്ന് അടിക്കാം. നിങ്ങൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലത്തെ കടകളും ചെറിയ വീടുകളും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചുരം എത്തിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ചുരം. നമുക്ക് ഇവിടുന്ന് പതിയെ ഇറക്കാൻ വണ്ടി. നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ ഇതാണ്. അങ്ങനെ നമ്മളവിടെ ഫസ്റ്റത്തെ ചുരം ഇറങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചുരം ചിലതിൻ്റെയൊക്കെ അത് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ, അടുത്ത വളവുകൾ വരുന്നത്.
നമുക്ക് അപ്പോൾ ഇവിടെ ഇരുന്നൊരു തമിഴിലൊരു ഫോട്ടോയും കൂടെ എടുക്കാം. ഓക്കെ, ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം. ഗൈസ്, അപ്പോൾ മറ്റേ ചുരത്തിൽ നിന്നൊരു 3-4 വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 4ാമത്തെ ചുരത്തിലെത്തും. അവിടുന്ന് അല്ല, ഇത് 4ാമത്തെ അല്ല, ഇത് 3ാമത്തെ ചുരത്തിലെത്തും. 3ാമത്തെ ചുരത്തിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ 4ാമത്തേലെത്തും. ഗൈസ്, അങ്ങനെ നമ്മൾ 4ാമത്തെ ചുരം എത്താറായിട്ടുണ്ട്. 4ാമത്തെ ചുരം ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ഹെയർ പിൻ ബെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് മുമ്പത്തെ പോലെ തന്നെ കുറച്ച് നീങ്ങുമ്പോൾ 5ാമത്തെ ഉണ്ട്. ഇവിടെ ഹെയർ പിൻ ബെൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ഹെയർ പിൻ ബെൻഡ് കയറുമ്പോൾ ഈ ഇത്രാമത്തെ എന്ന് വെച്ചാൽ 3/12 അങ്ങനെ കാണിക്കില്ലേ, അതുപോലത്തെ വന്നു. ഇതെല്ലാം അതിൽ എല്ലാ വളവിലും തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിനി താഴെ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ 2 ചുരം കഴിഞ്ഞുള്ള നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. ഈ കല്ല് പോലത്തെ വെച്ചിരിക്കുന്ന സ്ഥലത്തെ തട്ടിയത്. നമ്മുടെ വണ്ടിയുടെ ഫീച്ചർ ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഈ 1ാമത്തെ ഫീച്ചറായിട്ട് ഇപ്പോൾ കാണണ്ടേ, ഫ്രണ്ടിലത്തെ ഇല്ലേ, അത് തുറന്നു വരും. ജല്ലല്ലേ റോസ് വാട്ടർ സ്മെല്ലല്ലേ മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ പിന്നെ കിട്ടിയ ജമ്മല്ലേ ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ നിരന്തരം നിത്തപസ് കുലുങ്ങലായി കൊലുസ് മൃദംഗമായി ഞാൻ അനുരാധ തലച്ചിനോ പാടച്ചതല്ലേ ലിപ്പ ചിരിച്ചതല്ലേ കോൾക്കേനോ തിളച്ചതല്ലേ നീ ഓക്കേ സൊല്ലേടി അടവമ്മാലേ അടവമ്മാലേ ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ അടവമ്മാലേ അടവമ്മാലേ ഫീൽ ഗുഡ് ടിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ് അടവമ്മാലേ. ഗൈസ്, ജസ്റ്റ് മിസ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇടിച്ചേനെ. നമ്മൾ ആ വളവ് തിരിഞ്ഞപ്പോൾ ഈ കാറുകാരനെ കണ്ടില്ല. നമ്മുടെ വണ്ടി ഇപ്പോൾ തട്ടണ്ടായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് തട്ടാതെ. ഭാഗ്യത്തിനേട് നമ്മൾ തെറിയൊന്നും പറഞ്ഞിട്ടില്ല. ഗൈസ്, നമ്മളങ്ങനെ ചുരമൊക്കെ ഇറങ്ങി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാപ്പ് എത്തും. ഈ ചുരം ഇറങ്ങി തീരുമ്പോൾ തന്നെ ഒരു പാലമുണ്ട്. ആ പാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ തന്നെ അടുത്ത മാപ്പാവും. അപ്പോൾ ഇനി അടുത്ത മാപ്പിലെത്തിയിട്ട് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അടുത്ത മാപ്പ് എത്തിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇപ്പോൾ മാപ്പിൻ്റെ ആ ഐക്കൺ ഞെക്കിയപ്പോൾ കണ്ടത് ഡ്രൈവ് ടു ബംഗളൂരു. നമുക്ക് ബംഗളൂരിൽ എത്തിയിട്ടില്ല. ഈ ഒരു മാപ്പും കൂടെ കഴിയുമ്പോൾ നമ്മൾ ബംഗളൂരിലെത്തും. നമ്മുടെ ഈ ഇപ്പോൾ പോകുന്ന ഈ മാപ്പും സൈഡിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ
വരുന്ന പോകുന്ന ബസ്സൊക്കെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്. നമ്മുടെ ബസ് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. ഞാൻ അവിടെ നിന്ന് കയറുന്നപ്പോൾ ഈ കല്ല് കണ്ടില്ല, ഈ സൈഡിലത്തെ മഞ്ഞ പെയിൻ്റ് അടിച്ച ബോർഡും. അപ്പോൾ ഇവിടുന്ന് പോവാം. നമ്മൾ പുറകിലുണ്ടായിരുന്ന ഒരു കാറായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോയില്ലെങ്കിൽ പോലീസുകാരൊന്നും തന്നെ പിടിച്ചുകൊണ്ട് പോകും. ഞാൻ ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നപ്പോൾ ആ റോഡിന് നടുക്കുണ്ടായിരുന്ന ഒരു ക്രാഷ് ബാരിയറിനെ ഞാൻ കണ്ടില്ല. നമ്മൾ ഫീച്ചറിൽ 2-ൽ നോക്കി പറയാ ഡോറൊന്ന് തുറന്നു പോയി. പക്ഷേ എവിടെയും തട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിന് നടുക്ക് അതുപോലത്തെ തന്നെ ഒരു സാധനം വീണ്ടും ഉണ്ട്. ഇവിടെ ഓവർടേക്ക് ചെയ്യാതിരിക്കാനും അപകടം കുറയ്ക്കാനും വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഇത് വെച്ചേക്കുന്നത്. തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ, പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പടക്കേറി വാ. ഇവരൊക്കെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ചടുത്തേക്ക് പോകുമ്പോൾ ഇവർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. പിന്നെ ചില ബസ്സുകാരൊക്കെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവർ സ്പീഡ് കൂട്ടും. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ മാപ്പിലെങ്ങാണ്ട് വെച്ച് മഴ പെയ്തപ്പോൾ ഇട്ട ലൈറ്റ് നമ്മൾ ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ ഇത്ര നേരം അതിട്ടുണ്ടോ പോയത്. അപ്പോൾ ഈ മാപ്പ് തീരെ കുറച്ചും കൂടെ ഉള്ളു. നമുക്കിപ്പോൾ ഈ മാപ്പ് പെട്ടെന്ന് തന്നെ ഓടി തീർക്കാം. പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പടക്കേറി വാ. പിന്നെ ഈ ബസ് സിമുലേറ്റർ ഇന്ത്യയിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും നമ്മളിപ്പോൾ 2 ട്രാക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചേർന്നിട്ട് പാസ് ഇട്ട് കഴിഞ്ഞാൽ അവർ മുമ്പിലേക്ക് കയറി ലെഫ്റ്റ് ചേർന്ന് നമുക്ക് സൈഡ് തരും. ഇത് അറിയായിരിക്കും എല്ലാവർക്കും, പക്ഷെ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നത്. പക്ഷെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക, എന്നിട്ട് പാസ് ഇടുകയാണെങ്കിൽ അവർ മാറില്ല. നമ്മൾ ചിലപ്പോൾ അവർ കുറച്ച് സൈഡ് വരും, അല്ലാതെ അവർ മാറില്ല. കാരണം അങ്ങോട്ടും അവർക്ക് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ പുറകെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ലോഡിംഗ് മാപ്പായിട്ടുണ്ട്. ഗൈസ്, നമുക്കങ്ങനെ ബാംഗ്ലൂരിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ മാപ്പിലാണ് നമുക്ക് ആൾക്കാരെ ഇറക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ റൈറ്റിലേക്ക് കയറുന്ന പാസ് അടിച്ച് കഴിഞ്ഞാൽ റൈറ്റിലുള്ള വണ്ടി ലെഫ്റ്റിലേക്ക് മാറി നമുക്ക് വഴി ഒരുക്കി തരും. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബസ് സിമുലേറ്റർ ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഇത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് പോയി ചെയ്ത് നോക്ക്. ഇങ്ങനെ ഉറപ്പായിട്ടും വരും. കുലവാഴക്കൂമ്പിനൊത്ത കുളിരേറും നെയ്യുലച്ചു മൊളി കണ്ണാലം പെയ്തും നീക്കണ പെണ്ണെ, നിന്നോമൽ കയ്യുകളം 4 വള്ളികളിൽ വിളയാടാൻ നിന്നരികിൽ ഞാൻ പോരില്ല. തൈപ്പൂയം വന്നില്ലേ വാദ്യാരേ വരൂ ചിനക്ക് ചിനക്ക് അമ്മാടിയേ എവിടെ പൂക്കാവടി ചെല്ലും മച്ചാ മച്ചാ ഹര ഹരോ ഹര. നമുക്കങ്ങനെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ബ്ലോക്ക് തീരുന്നവരും ഇവിടെ കിടക്കാം. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല പിക്കപ്പ്, നല്ല സസ്പെൻഷൻ ഒക്കെ ഉണ്ട്. പിന്നെ സ്പീഡുണ്ട്. സ്പീഡ് കയറാൻ കുറച്ച് താമസമെന്നേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മാപ്പ് എത്തിയപ്പോൾ നമുക്ക് ഡെയിലി 58 ലിറ്റർ ഡീസലായിരുന്നു ഉണ്ടായിരുന്നത്.
നമ്മളിത് ബാംഗ്ലൂർ എത്തിയപ്പം അപ്പോൾ നമുക്ക് 42 ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം നല്ലത് തന്നെയാണ്. കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം ഇപ്പോൾ നമുക്ക് ആൾക്കാരെ ഇറക്കാനുള്ള സ്പേസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഇവിടെ തന്നെയാണ്, അതെ ആ റെഡ് കാണുന്നിടത്ത് നമുക്ക് ആൾക്കാരെ ഇറക്കാനുള്ളത്. അപ്പോൾ ഇനി ഏത് വണ്ടിയാണ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ നമ്മൾ ഉറപ്പായിട്ടും ആ വണ്ടി കൊണ്ടുവരും. ഇനി ബസ് സിമുലേറ്റർ ഇന്ത്യയാണോ ഇന്തോനേഷ്യയാണോ കളിക്കേണ്ടത്, മാപ്പ് മോഡാണോ അല്ലാത്തതാണോ വേണ്ടതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഉറപ്പായിട്ടും കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആൾക്കാരെ ഇറക്കുവാണ്. ഇതാണ് ഇവിടെ വണ്ടിയുടെ കണ്ടീഷൻ. വലിയ പ്രശ്നമൊന്നും കാണാനില്ല, കുറച്ച് ചെളി പിടിച്ചിട്ടുണ്ടല്ലാതെ വണ്ടി വലിയ പൊട്ടലോ അങ്ങനെ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇതിനകത്ത് ആൾക്കാരെ ഇറങ്ങുന്ന കുറച്ച് ബഗ്ഗാണ്. നമുക്ക് ഈ ഡോറിൻ്റെ സൈഡ് സൂക്ഷിച്ച് നോക്കിയാൽ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്ന വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും